മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആദ്യ സംഘം ചുമതലയേറ്റു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള 4ാം ബറ്റാലിയനിലെ 30 അംഗ സംഘമാണ് സന്നിധാനത്തെത്തിയത്. സോപാനത്തിനരികിലായും നടപ്പന്തലിലുമാണ് ഇവരെ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തും 5 പേരാണ് ഒരേ സമയം ഡ്യൂട്ടി ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്നുള്ള 38 അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. രാത്രിയോടെ ഇവർ സന്നിധാനത്ത് എത്തും. പ്രഥമ ശുശ്രൂഷ കിറ്റും സ്ട്രെച്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. ശബരിമല ADM, പോലീസ് സ്പെഷ്യൽ ഓഫീസർ എന്നിവരുടെ നിർദ്ദേശാനുസരണം സംഘം പ്രവർത്തിക്കുമെന്നാണ് ടീം കമാൻഡറായ ഇൻസ്പെക്ടർ GC പ്രശാന്ത് പറഞ്ഞത്. ശബരിമലയിലാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആദ്യ സംഘം ചുമതലയേറ്റിരിക്കുന്നത്. തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള 4ാം ബറ്റാലിയനിലെ 30 അംഗ സംഘമാണ് സന്നിധാനത്തെത്തിയത്. സോപാനത്തിനരികിലായും നടപ്പന്തലിലുമാണ് ഇവരെ നിലവിൽ വിന്യസിച്ചിട്ടുള്ളത്. ഓരോ സ്ഥലത്തും 5 പേരാണ് ഒരേ സമയം ഡ്യൂട്ടി ചെയ്യുക. കൂടാതെ തന്നെ ചെന്നൈയിൽ നിന്നുള്ള 38 അംഗ സംഘം രാത്രിയോടെ സന്നിധാനത്തെത്തും. പ്രഥമ ശുശ്രൂഷ കിറ്റും സ്ട്രെച്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടക്കം എത്തിച്ചിട്ടുണ്ട്. ശബരിമല ADM, പോലീസ് സ്പെഷ്യൽ ഓഫീസർ എന്നിവരുടെ നിർദ്ദേശാനുസരണമാണ് സംഘം പ്രവർത്തിക്കുന്നതെന്ന് ടീം കമാൻഡറായ ഇൻസ്പെക്ടർ അടക്കം GC പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അടക്കം സന്നിധാനത്ത് ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നിരവധി പേർക്ക് ദർശനം പൂർത്തിയാക്കാതെ മടങ്ങേണ്ട സാഹചര്യം അടക്കമുണ്ടായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘം ചുമതലയേറ്റിരിക്കുന്നത്. തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള 4ാം ബറ്റാലിയനിലെ 30 അംഗ സംഘമാണ് ഇപ്പോൾ സന്നിധാനത്തെത്തിയിരിക്കുന്നത്. കൂടാതെ ചെന്നൈയിൽ നിന്നുള്ള സംഘം രാത്രിയോടെ സന്നിധാനത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് 4ാമത് ബറ്റാലിയൻ NDRF തമിഴ്നാട് ആരക്കോണം ശ്രീ അഖിലേഷ് കുമാർ കമാൻഡർ നേതൃത്വം നൽകുന്ന ഈ യൂണിറ്റിൻ്റെ റീജിയണൽ റെസ്പോൺസ് സെൻ്ററായിട്ടുള്ള തൃശ്ശൂരിൽ നിന്നുമുള്ള ഒരു 30 അംഗ സംഘം NDRF ടീമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ടീം കമാൻഡർ ഇൻസ്പെക്ടർ പ്രശാന്ത്. ഈ ഒരു ടീം കൂടാതെ മറ്റൊരു ടീം ചെന്നൈയിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. അവർ ഇന്ന് രാത്രി ശബരിമലയിൽ എത്തുമ്പോൾ നാളെ മുതൽ അവർ 2 ടീം ടോട്ടൽ NDRFിൻ്റെ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ NDRFിൽ ഓരോ റെസ്ക്യൂവേഴ്സും മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് റെസ്പോണ്ടർ ട്രെയിൻഡ് ആണ്. കൂടാതെ റോഡ് റെസ്ക്യൂ, ബിൽഡിംഗ് കൊളാപ്സ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ, ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനും ടാക്കിൾ ചെയ്യാൻ അവർ കേപ്പബിൾ ആണ്. നിലവിൽ ഇപ്പോൾ വിക്ടിം ഇവാക്യുവേഷനും മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിനും വേണ്ടിയിട്ടാണ് NDRFിൻ്റെ ടീംസിനെ ഇപ്പോൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ശബരിമലയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആദ്യ സംഘം ചുമതലയേറ്റു. അതിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള 4ാം ബറ്റാലിയനിലെ 30 അംഗ സംഘമാണ് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ഇനി തിരക്കുകൾക്ക് ശമനമുണ്ടാകുമെന്ന് തന്നെ കരുതാം.